ഹലോ, ഇന്ന് നമ്മൾ ആങ്സൈറ്റി വരുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം അറിയുന്നുണ്ടാവും, ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ആങ്സൈറ്റി വരുമ്പം ചെയ്യാനായിട്ട്. പക്ഷേ ആ ഒരു നേരത്ത് എല്ലാവരും അത് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ശരിക്കും ഇനി അടുത്ത സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ആങ്സൈറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. നമുക്ക് ബ്രെയിനിലേക്ക് വേണ്ടത്ര ഓക്സിജൻ വരാതിരിക്കുമ്പോഴാണ് കൂടുതൽ ആങ്സൈറ്റി കൂടുതലാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ടുള്ള ചാൻസും എല്ലാം കൂടും. ശരിക്കും നമ്മുടെ ശരീരം വിചാരിക്കുകയാണ് നമ്മളെന്തോ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റെസ്പോൺസാണ് നമ്മുടെ ബോഡിയിലുണ്ടാവുന്നത്. ആ സമയം നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് എടുക്കുകയാണെങ്കിൽ, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം മെല്ലെ ആ ഒരു ശ്വാസം വിടുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി നോർമലായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു അപകട സാധ്യതയിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രീത്തിങ് അപ്പം വേറെ തന്നെ ഗതിയിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ തലച്ചോറ് തിരിച്ചറിയാണ് നമ്മൾ അപകടാവസ്ഥയിലല്ല എന്നുള്ളത്. അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു ആങ്സൈറ്റിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത തവണ ഇങ്ങനെ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.